ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. 2025 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എൻ്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളൊരു ചെറുകഥയെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. ഗസയിലെ കുട്ടികൾ. എന്താണ് ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? ടി പത്മനാഭനാണ്. പഠിച്ചു വെക്കുക. ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ രചിച്ചത് ടി പത്മനാഭനാണ്. നോക്കൂ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC അല്ലെ, വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? എ രാജരാജനാണ്. ആരാ പഠിക്കുക? എ രാജരാജൻ. ആരാ അദ്ദേഹം? വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറാണ് എ രാജരാജൻ. പഠിച്ചല്ലോ. മൂന്നാമത്തെ പോയിന്റ്, 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ്. എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ വെച്ചായിരുന്നു 38ാമത് എന്താണ് കേരള സയൻസ് കോൺഗ്രസ് അല്ലെ, കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കൊച്ചി. പഠിച്ചു വയ്ക്കാം. 38ാമതായിരുന്നു 2025 നടന്നത്. നമുക്ക് 2025 കേരള അർബൻ കോൺക്ലേവിന്റെ വേദി, അതും കൊച്ചിയിൽ തന്നെ. 2025 കേരള അർബൻ കോൺക്ലേവിന്റെ വേദി അതും ഇവിടെ തന്നെയാണ്, കൊച്ചിയാണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഗസയിലെ കുട്ടികൾ എന്ന് പറയുന്ന ചെറുകഥ ആരാ രചിച്ചത്? പത്മനാഭനാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് ആരാണ്? എ രാജരാജനാണ്. 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി അത് കൊച്ചിയാണ്. 2025 കേരള അർബൻ കോൺക്ലേവിന്റെ വേദി അത് കൊച്ചിയിലാണ്. ഓക്കെ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? ശാസ്താംകോട്ടയിലാണ്. പഠിച്ചു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? ശാസ്താംകോട്ട. കൊള്ളപ്പലിശക്കാരെ പൂട്ടാനായിട്ട് സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഷൈലോക്ക്. നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ അല്ലെ, ഓപ്പറേഷൻ ഷൈലോക്ക് ആണ്. ഓപ്പറേഷൻ ഷൈലോക്ക് എന്നുള്ളത് കേരള പോലീസിന്റെ ഒരു പരിശോധന നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. അത് സംസ്ഥാന തലത്തിലെ കൊള്ളപ്പലിശക്കാരെ പൂട്ടാനായിട്ട് കേരള പോലീസ് നടത്തിയ ഒരു പരിശോധനയായിരുന്നു ഓപ്പറേഷൻ ഷൈലോക്ക്. എന്താണ് ഓപ്പറേഷൻ ഷൈലോക്ക്? അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ. എന്താ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും അല്ലെ. കുറേ പേർക്ക്, കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ നിന്നും എല്ലാം പിടിപെട്ടിട്ടുള്ള മാരകമായിട്ടുള്ള ഒരു അസുഖമായിരുന്നു. ഒരുപാട് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ അതിൽ നിന്നും മോചിതരായി വരികയാണ് ചെയ്തത്. സോ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. പഠിച്ചു വയ്ക്കുക. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യയിൽ തന്നെ ആരോഗ്യതലത്തിൽ ഏറ്റവും മികച്ച ചികിത്സാ മാർഗരേഖ, ഏറ്റവും മികച്ചതല്ല, ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയത് ആരാണ്? അത് കേരളമാണ്. 2025 അക്ഷരകേളിയുടെ NK ദേശം പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായർ. നമുക്കറിയാം, പരീക്ഷകളിൽ ഇപ്പോൾ വരുന്ന പല പുരസ്കാരങ്ങളും നമ്മൾ കേട്ടുപരിചയമില്ലാത്ത, മുമ്പാണെങ്കിൽ എപ്പോഴും ഓടക്കുഴൽ പുരസ്കാരം, വയലാർ പുരസ്കാരം, മുട്ടത്തുവർക്കി പുരസ്കാരം, മാതൃഭൂമി പുരസ്കാരം, സാഹിത്യ അക്കാദമി പുരസ്കാരം, ഇതൊക്കെയാണ് സ്ഥിരമായി ചോദിക്കാറ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുരസ്കാരങ്ങൾ, അതുപോലെ തന്നെ അധികം കേട്ടുകഴിവില്ലാത്ത പുരസ്കാരങ്ങൾ എന്നാൽ പത്രത്തിൽ, മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത്തരം പുരസ്കാരങ്ങളെല്ലാം ചോദിക്കാറുണ്ട്. സോ അത്തരത്തിൽ ഒരു പുരസ്കാരമാണ് NK ദേശം പുരസ്കാരം. NK ദേശം പുരസ്കാരം ആരാ കൊടുക്കുന്നത്? അക്ഷരകേളി കൊടുക്കുന്നതാണ്. 2025 അത് അർഹനായത് വി മധുസൂദനൻ നായരാണ്. അപ്പൊ എന്തെല്ലാം നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ചത്? ശാസ്താംകോട്ടയിൽ എന്തു വന്നു? കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി നിലവിൽ വന്നു ശാസ്താംകോട്ട. കൊള്ളക്കാരെ തടയുന്നതിന് വേണ്ടിയിട്ട്, അവരെ പൂട്ടാനായിട്ട് കേരള പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഷൈലോക്ക്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാർഗരേഖ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതുപോലെ 2025 അക്ഷരകേളിയുടെ NK ദേശം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വി മധുസൂദനൻ നായരാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, സാമൂഹ്യ നീതി വകുപ്പ് ഏർപ്പെടുത്തിയ 2025 വയോസേവന പുരസ്കാരത്തിന് അർഹരായത് ആരാണ്? നമ്മുടെ ഷീല അല്ലെ. ഷീല ആരാ? നമുക്കറിയാം, നമ്മുടെ ചലച്ചിത്ര താരം ഷീല. അതേപോലെ തന്നെ മേദിനി, ഗായികയായിട്ടുള്ള മേദിനി. അപ്പൊ ഈ 2 പേർക്കാണ് 2025 വയോസേവന പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഈ വയോസേവന പുരസ്കാരം ആര് നൽകുന്നതാ? സാമൂഹ്യ നീതി വകുപ്പ് ഏർപ്പെടുത്തിയതാണ് കേട്ടോ. ഓക്കെ അല്ലേ?
നോക്കൂ, പൊതുസ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും വയോജന സൗഹൃദമാക്കിയ കാസർഗോഡ് ജില്ലയാണ് മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുത്തത്. നോക്കൂ, എല്ലാ സർക്കാർ ഓഫീസുകളും പൊതുസ്ഥാപനങ്ങളും വയോജന സൗഹൃദമാക്കിയ കാസർഗോഡ് ജില്ലയാണ് മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ 2025 വയോസേവന പുരസ്കാരത്തോടനുബന്ധിച്ച് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച കൊച്ചിക്കാണ് മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം. നോക്കൂ, കൊച്ചിക്ക് ഇവിടെ 2 ചോദ്യങ്ങൾ വന്നു അല്ലെ. നോക്കൂ, രാജ്യത്ത് എന്നല്ല, ഇന്ത്യയിലെന്നല്ല, ദക്ഷിണേന്ത്യയിലെ കേട്ടോ, ഇന്ത്യയിലെ മൊത്തത്തിലല്ല പറയുന്നത്, ദക്ഷിണേന്ത്യയിലെ ആദ്യമായിട്ട് വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ഒരു നഗരസഭയാണ് അല്ലെങ്കിൽ കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ. ആ കൊച്ചി കോർപ്പറേഷൻ എന്ത് പുരസ്കാരം ലഭിക്കുന്നു? സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ 2025 വയോസേവന പുരസ്കാരത്തിൽ എന്ത് ചെയ്യുന്നു? മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി കോർപ്പറേഷനാണ്. ഇതെല്ലാം വയോസേവന പുരസ്കാരമാണ് കേട്ടോ, വയോജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരസ്കാരമാണ്. അത് പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള 2 വ്യക്തികളുടെ ഷീലയും അതുപോലെ തന്നെ ഗായികയായിട്ടുള്ള മേദിനിയുമാണ്. മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെയും മികച്ച കോർപ്പറേഷനായിട്ട് കൊച്ചി കോർപ്പറേഷനെയും തിരഞ്ഞെടുക്കപ്പെട്ടു. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച ഏത് ഗ്രന്ഥമാണ് 104 ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടത്? നിങ്ങൾക്കറിയാം അല്ലെ, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആരും തന്നെ പഠിക്കാതിരുന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ നിർബന്ധമായും പഠിച്ചിട്ടുള്ളൊരു പുസ്തകമായിരിക്കും ദൈവദശകം അല്ലെ, ദൈവദശകത്തിന്റെ പ്രത്യേകത എന്താ? 104ഓളം ഭാഷകളിലേക്ക് എന്ത് ചെയ്യുന്നു? മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എന്ത് ചെയ്യുന്നു? ഈ അടുത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ചു. അപ്പോൾ ആ പുസ്തകം ഏതാണ്? ദൈവദശകമാണ്. നോക്കുക, അടുത്ത പോയിന്റ് ഇതാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിചരണത്തിന് രക്ഷിതാക്കൾക്ക് കൂട്ടാകുന്നതിന്, രക്ഷിതാക്കളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേശീയ ആരോഗ്യ മിഷനുമായി സഹകരിച്ച് കോഴിക്കോട് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? സഹമിത്ര. മൊബൈൽ ആപ്പിന്റെ പേരാണ് സഹമിത്ര. ചോദിക്കാം, സഹമിത്ര എന്ന ആപ്ലിക്കേഷൻ ആര് നിർമ്മിച്ചതാണ്? അത് കോഴിക്കോട് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയാണ്. ആർക്കു വേണ്ടിയാണ്? നോക്കൂ, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ പരിചരണത്തിന് അവരുടെ പേരൻസിനെ, രക്ഷിതാക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സഹമിത്ര. കോഴിക്കോട് ജില്ലാ ഭരണകൂടമാണ് ഇത് തയ്യാറാക്കിയത് എന്ന് പഠിച്ചു വയ്ക്കാം. നോക്കൂ, മറ്റൊരു ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ഏതൊരു മൃഗമുണ്ട്, ആ മൃഗത്തിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് കേരളവും തമിഴ്നാടും കൂടിയിട്ട് സംയുക്തമായിട്ടൊരു പദ്ധതി, ഏതോ ഒരു ജീവിയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംയുക്ത പദ്ധതി നടപ്പിലാക്കിയത് നമ്മുടെ വനം വകുപ്പാണ് അത് നടപ്പിലാക്കുന്നത്. അത് ഏത് മൃഗമാണ്? വരയാടുകളാണ് കേട്ടോ. പഠിച്ചു നോക്കിയാൽ വരയാടുകളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളവും തമിഴ്നാടും സംയുക്തമായിട്ട് വനം വകുപ്പ് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് മൃഗത്തെയാണ് എന്ന് ചോദിച്ചേക്കാം. ഏതാണ്? വരയാടുകളെയാണ്. പഠിച്ചു വയ്ക്കുക. നമുക്ക് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത പരസ്യ കലാകാരനാണ് ശങ്കർ കൃഷ്ണമൂർത്തി. പഠിച്ചു വയ്ക്കുക, ശങ്കർ കൃഷ്ണമൂർത്തി. ഇദ്ദേഹത്തിന് അറിയോ? ശങ്കർ കൃഷ്ണമൂർത്തി നോക്കൂ, ഭീമ ജ്വല്ലേഴ്സിന്റെ ലോഗോയിലെ കുട്ടിയെ സൃഷ്ടിച്ചു. പോപ്പി കുടയ്ക്ക് വേണ്ടി മഴ കുട കേട്ടിട്ടുണ്ടല്ലേ? മഴ വന്നാൽ പോപ്പി കുട അല്ലെ, തുടങ്ങി കാലം മായ്ക്കാത്ത ഒട്ടേറെ പരസ്യവാചകങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് അല്ലെ. മഴ കുട മഴ വന്നാൽ പോപ്പിക്കുട എന്ന് പറയുന്നത് കേൾക്കാത്തതായിട്ടുള്ള ആരും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പരസ്യവാചകങ്ങൾ സൃഷ്ടിച്ച ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള പരസ്യ കലാകാരനായിരുന്നു ശങ്കർ കൃഷ്ണമൂർത്തി. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? 2025 സെപ്റ്റംബറിൽ അന്തരിച്ചു. നോക്കൂ, കേരളത്തിൽ വനംവകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനു വേണ്ടി വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. ആ ഉത്തരത്തിൽ തന്നെയുണ്ട് വനരക്ഷ അല്ലെ, വനരക്ഷ. അപ്പോൾ നോക്കൂ, വനങ്ങളിലെ ഒരു വിജിലൻസ് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വനരക്ഷ. ചിലപ്പോൾ ഇത് തന്നെ നമുക്ക് അങ്ങനെ വെറുതെ കണക്ട് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. കാരണം വനരക്ഷ എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാമിന് ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്പറേഷൻ വനരക്ഷ, ഓപ്പറേഷൻ വനധർമ്മ, ഓപ്പറേഷൻ വനദുർഗ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓപ്പറേഷൻ വനരക്ഷയാണ് കേരളത്തിലെ വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയെയും ക്രമക്കേടുകളെയും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ വനരക്ഷ. മറ്റൊരു നോക്കൂ, ചാർലി ചാപ്ലിൻ ജീവിതവും കലയും. എന്താണ് ചാർലി ചാപ്ലിൻ
ജീവിതവും കലയും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് PG സദാനന്ദനാണ്. ഇതാണ് പുസ്തകം. എന്താണ് പുസ്തകത്തിന്റെ പേര്? ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്നാണ് ആ പുസ്തകത്തിന്റെ രചയിതാവിന്റെ പേര്. PG സദാനന്ദനാണ്. നമുക്ക് മറ്റൊരു പുസ്തകം നമ്മൾ പഠിക്കുകയാണ്. കമല സുരയ്യയുടെ ജീവചരിത്രമായിട്ടുള്ള മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? ഡോക്ടർ K ആശയാണ്. നോക്കൂ, മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പുസ്തകം. ആ പുസ്തകം ആരെ കുറിച്ചാ? മാധവിക്കുട്ടിയുടെ, അല്ലെ, കമല സുരയ്യയുടെ ജീവചരിത്രമാണ് മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ. ഈ പുസ്തകം രചിച്ചത് ഡോക്ടർ K ആശയാണ്. പഠിച്ചു വയ്ക്കുക, ഡോക്ടർ K ആശ. 2025 സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്ത ഒഴുകാതെ ഒരു പുഴ, ഇതാണ് കേട്ടോ, ഒഴുകാതെ ഒരു പുഴ എന്ന നോവൽ രചിച്ചത് ആരാണ്? ചന്ദ്രമതി കേട്ടോ, പഠിച്ചു വയ്ക്കുക. ഒഴുകാതെ ഒരു പുഴ 2025 സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്തൊരു പുസ്തകമാണ്. ഈ പുസ്തകം രചിച്ചത് ചന്ദ്രമതിയാണ്. നമുക്ക് ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് ഏത്? കണ്ണാടി പായ. എന്താണ്? കണ്ണാടി പായ. പഠിച്ചു വയ്ക്കുക, കണ്ണാടി പായ. GI ഇൻഡെക്സ്, അല്ലെ, അതായത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനിലെ GI ടാഗ് ലഭിച്ച, ഭൗമസൂചിക പദവിയിൽ ഇടം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടി പായ. എന്താണ്? കണ്ണാടി പായ. പഠിച്ചു വയ്ക്കുക കേട്ടോ, കണ്ണാടി പായ. അപ്പൊ നമ്മൾ മുമ്പ് എന്ത് പഠിച്ചു? നമ്മുടെ പ്രശസ്ത കലാകാരൻ ഈ അടുത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ശങ്കർ കൃഷ്ണമൂർത്തിയാണെന്ന് പഠിച്ചു. ഓപ്പറേഷൻ വനരക്ഷ എന്താ? വനങ്ങളിൽ എന്ത് ചെയ്യുന്നു? വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാ? ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല, റിപ്പീറ്റ് ചെയ്യണം, അല്ലെ. PG സദാനന്ദൻ. ആരാണ്? PG സദാനന്ദനാണ്. മറക്കരുത് കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ വീണ്ടും റിവൈസ് ചെയ്യണം. തമിഴ്നാടും കേരളവും തമ്മിൽ സംയുക്തമായിട്ട് വനം വകുപ്പ് നടത്തിയ പദ്ധതി ഏത് മൃഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാ? ഏത് മൃഗത്തിന്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാ? ഓർമ്മയുണ്ടോ? വരയാടുകൾ, അല്ലെ, വരയാടുകളാണ്. ഇനി സഹമിത്ര എന്ന് പറയുന്ന ആപ്പ് ഓർമ്മയുണ്ടോ? സഹമിത്ര എവിടെ ഉണ്ടാക്കിയതാ? കോഴിക്കോട് ജില്ലാ ഭരണകൂടം, അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതാ? ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ പരിചരണത്തിന് രക്ഷിതാക്കൾക്ക് സഹായമാകുന്ന ഒരു ആപ്പാണ് സഹമിത്ര, അല്ലെ. പിന്നെ അതുപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ച ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം 104 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള പുസ്തകം ഏതാ? ഓർമ്മയുണ്ടോ? ദൈവദശകം, അല്ലെ, ദൈവദശകം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനാകുന്ന ചിത്രമാണ് ഭൂതലം. പഠിച്ചു നോക്കിയാൽ അതാ ഭൂതലം. കണ്ടോ? ഭൂതലം. എന്താ അല്ലെ, ഇന്ദ്രൻസിന്റെ ആ പിക്ചറുകൾ തന്നെ നോക്കൂ. എന്താ അല്ലെ, ആ അഭിനയ മികവ്. ആ ഒരു 2 ഫോട്ടോ നമ്മൾ ഈ സ്ലൈഡിൽ കൊടുക്കുന്ന 2 ഫോട്ടോയിൽ തന്നെ കാണാം, അല്ലെ. നോക്കൂ, വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനാവുന്ന ചിത്രമാണ് ഭൂതലം. പഠിച്ചു വയ്ക്കുക, ഭൂതലം. കാഞ്ഞിരപ്പള്ളി സ്വദേശി ശ്രീകാന്ത് പങ്ങപ്പാട്ടിന്റെ ആദ്യ ചിത്രമാണ് ഭൂതലം. എന്താണ്? കാഞ്ഞിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള ശ്രീകാന്ത് പങ്ങപ്പാട്ടിന്റെ ആദ്യ ചിത്രമാണ് ഭൂതലം. കേരളം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഓക്കെ അല്ലെ. സിനിമയുടെ പേര് പഠിച്ചു വയ്ക്കുക, ഭൂതലം കേട്ടോ. നമുക്ക് സാമൂഹ്യനീതി വകുപ്പും നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും സംയുക്തമായിട്ട് മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗക്കാർക്കായിട്ട് നടപ്പാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് നിരാമയ. പഠിച്ചു നോക്കിയതാ, നിരാമയ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്, സൗജന്യമായിട്ടുള്ള പദ്ധതിയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? അത് നമ്മുടെ ഭിന്നശേഷി വിഭാഗം. ഏത് തരത്തിലുള്ള ഭിന്നശേഷിയാ? മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട്, അല്ലെ. മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗക്കാർക്കായിട്ട് നടപ്പിലാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ആര് നടപ്പിലാക്കുന്നതാണ്? സാമൂഹ്യ നീതി വകുപ്പും അതോടൊപ്പം തന്നെ നാഷണൽ ട്രസ്റ്റും ജില്ലാതല സമിതി, നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും കൂടിയിട്ട് സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് നിരാമയ. നോക്കൂ, സംസ്ഥാനത്ത് പൂർണ്ണമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ പാറളമാണ്. തൃശ്ശൂർ ജില്ലയിലെ പാറളത്താണ്. നോക്കൂ, സംസ്ഥാനത്ത് സമ്പൂർണമായും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത്. അപ്പൊ പാറളം ഗ്രാമപഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഏത് മുക്കിലും മൂലയിലും റോഡുകളെല്ലാം എന്ത് കാണുന്നു? അവിടെ തെരുവ് വിളക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലെ. ഓക്കെ, ഇനി 2025 പത്മപ്രഭ പുരസ്കാരം. സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് പത്മപ്രഭ പുരസ്കാരം. പഠിച്ചു വയ്ക്കുക. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. പഠിച്ചു വയ്ക്കുക, ആലങ്കോട് ലീലാകൃഷ്ണൻ പത്മപ്രഭ പുരസ്കാരം.
പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. 2025 പത്മപ്രഭ പുരസ്കാരം ആർക്കാ? ആലങ്കോട് ലീലാകൃഷ്ണൻ. ചോദിക്കുമ്പോൾ തിരിച്ച് പറയണം കേട്ടോ, മനസ്സിലിരുന്ന് പറയണേ. ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ത് അവാർഡ് കിട്ടി? 2025 പത്മപ്രഭ പുരസ്കാരം. ഓക്കെ അല്ലേ? നോക്കൂ, ഓഫ്ലൈൻ ക്ലാസുകൾ ഓൺലൈനായി ലഭിക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പഠന പോർട്ടലാണ് കെ ലേൺ. അല്ലെ, കെ ലേൺ ആണ് കേട്ടോ. കെ ലേൺ എന്ന് പറയുന്ന പദ്ധതി അപ്പൊ എന്താ? നോക്കൂ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ, ക്ലാസ് മുറികളിൽ ഇരുന്നിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ അതെല്ലാം എന്താക്കി മാറ്റുന്നു? ഓൺലൈൻ ആയിട്ട് കൂടി ലഭിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. അല്ലെ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഒരു ക്ലാസ് ഓൺലൈനായിട്ട് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം, വീണ്ടും പഠിക്കാം. ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? ഒരു ദിവസം ക്ലാസ്സിൽ പോയില്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് പിന്നെ കിട്ടുമോ? കിട്ടില്ല, ഇത് പോയി കയ്യിൽ നിന്ന് പോയി അല്ലേ? പക്ഷേ അതിനെ തന്നെ ഓൺലൈനികരിക്കുന്നു അല്ലേ? അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിനെ എന്ത് ചെയ്യുന്നു? ഓൺലൈൻ ആക്കിയിട്ട് ലഭിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പദ്ധതിയാണ്, പഠന പോർട്ടലാണ് കെ ലേൺ. പഠിച്ചു നോക്കിയാൽ കെ ലേൺ. സംഗീതജ്ഞ EMS സുബ്ബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിൻ്റെയും അവരുടെ ജീവിതത്തെ പറ്റി കവി BK ഹരിനാരായണൻ രചിച്ച ജീവചരിത്രമാണ് ശിവം ശുഭം ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ. എന്താണ്? ശിവം ശുഭം ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ. ഏതാ കപ്പിള് എന്ന് പറയുന്നത് MS സുബ്ബലക്ഷ്മിയും ഭർത്താവായിട്ടുള്ള ത്യാഗരാജൻ സദാശിവത്തിൻ്റെയും ജീവിതത്തെക്കുറിച്ച് ആരെഴുതിയതാ? BK ഹരിനാരായണൻ എഴുതിയ പുസ്തകമാണ് ശിവം ശുഭം ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ. ആരെഴുതിയതാണ്? BK ഹരിനാരായണൻ. ആരുടെയാണ്? MS സുബ്ബലക്ഷ്മിയുടെയും അവരുടെ ഭർത്താവായിട്ടുള്ള ത്യാഗരാജൻ സദാശിവത്തിൻ്റെയും പുസ്തകമാണ്. നോക്കൂ, ഒറ്റയ്ക്കായിട്ടുള്ള വയോധികർക്ക് സാന്ത്വനമേകാനായിട്ട് നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. എന്താ പദ്ധതിയുടെ പേര്? സല്ലാപം. പഠിച്ചു നോക്കിയാൽ, ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാനായിട്ട് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. നമ്മൾ അതിന് മുമ്പ് എന്ത് പഠിച്ചു? ഏത് പഞ്ചായത്തിലാണ് ചോദിക്കട്ടെ, അറിയോന്ന് ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഏത് പഞ്ചായത്തിലാ ഈ പറഞ്ഞ തെരുവുകളൊക്കെ സമ്പൂർണ്ണമായിട്ട് സൃഷ്ടിച്ചത്? യെസ്, തൃശ്ശൂർ ജില്ലയിലെ പാർലം പഞ്ചായത്ത് അല്ലേ? നിരാമയ എന്ന് പറയുന്ന പദ്ധതി ആർക്കു വേണ്ടിയിട്ടുള്ള? മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്നവർക്കുള്ള സൗജന്യ ആരോഗ്യ പരിരക്ഷാ പദ്ധതി അല്ലേ? 2025 പത്മപ്രഭ പുരസ്കാരം ആർക്കാ ലഭിച്ചേ? ആലങ്കോട് ലീലാകൃഷ്ണൻ അല്ലെ? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. പഠിച്ചു വയ്ക്കുക. ഭൂതലം എന്ന് പറയുന്ന ചിത്രം എന്താ പ്രത്യേകത? എവിടെയാ അത് പ്രദർശിപ്പിക്കുന്നത്? വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അല്ലെ? വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ. അതിന്റെ നായകൻ ആരാ? നമ്മുടെ ഇന്ദ്രൻസി ഏട്ടനാണ് അല്ലെ? അതിന്റെ ഡയറക്ടർ ആരാ? ആരുടെ ചിത്രമാണത്? ശ്രീകാന്ത് പങ്ങപ്പാട്ടിന്റെയാണ് അല്ലെ? ക്ലിയർ അല്ലേ? ഇങ്ങനെ റിവൈസ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. നോക്കൂ, ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തെ പരമോന്നത ബഹുമതിയായ 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഈ അടുത്ത് പ്രഖ്യാപിച്ചു. ആർക്ക് കിട്ടി? നിങ്ങൾക്കറിയാം, മോഹൻലാൽ അല്ലേ? ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു 2023 ആർക്ക്? നമ്മുടെ മോഹൻലാൽ, നടന വിസ്മയമായിട്ടുള്ള മോഹൻലാൽ. ഓക്കെ അല്ലേ? യെസ്, അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടും. നോക്കൂ, മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ പദ്ധതിയാണ് പുനർഗേഹം. എന്താണ് പുനർഗേഹം പദ്ധതി? എന്താണ്? നോക്കൂ, മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക അല്ലെ? മത്സ്യത്തൊഴിലാളികളുടെ പ്രത്യേകത എന്താ? പലപ്പോഴും കടൽ കയറി അല്ലെ അവരുടെ വീടുകൾ പോകുന്നു, കുടുംബം നഷ്ടപ്പെടുന്ന ഒരു ഭീതിപ്പുറത്താണ് അവർ താമസിക്കുന്നത് അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യുക? അവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ പദ്ധതി ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? ഫ്ലാറ്റിലേക്ക് മാറ്റുന്നു. അതാണ് പുനർഗേഹം. കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണ് കാവൽ. ഏതാണ്? കാവൽ എന്ന് പറയുന്ന പദ്ധതി ആര് നടപ്പിലാക്കുന്ന? വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി. കാവൽ എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാ? നോക്കൂ, കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുക എന്നുള്ളതാണ് കാവൽ പദ്ധതിയുടെ ഉദ്ദേശം. നോക്കൂ, 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എവിടെയാ? തൃശ്ശൂർ ജില്ല അല്ലെ? 64ാമത് 2025 കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയായിരുന്നു? തൃശ്ശൂർ ജില്ലയിലാണ്. കൃത്യമായി പഠിച്ചു വയ്ക്കുക. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള പദ്ധതി ഓപ്പറേഷൻ വനരക്ഷ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? നോക്കൂ, സംഗീത രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത്
നമ്മുടെ KJ യേശുദാസനാണ്. നോക്കൂ, MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസ് ആണ്. ആരാത് നൽകുന്നത്? തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു സംഗീത രംഗത്തെ സമഗ്ര സംഭാവനകൾ കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് MS സുബ്ബലക്ഷ്മി പുരസ്കാരം. ആർക്ക് ലഭിച്ചു? നമ്മുടെ KJ യേശുദാസിന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ MS സുബ്ബലക്ഷ്മി, അദ്ദേഹത്തിന്റെ ഭർത്താവായിട്ടുള്ള ആരാണ്? ത്യാഗരാജൻ സദാശിവത്തിന്റെയും ജീവിതത്തെ പറ്റി കവി, ഏത് കവിയാ? നമ്മുടെ BK ഹരിനാരായണൻ രചിച്ച ജീവചരിത്രം ഏതാ? ഓർമ്മയുണ്ടോ? ശിവം ശുഭം ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ. ക്ലിയർ അല്ലേ? യെസ്. നോക്കൂ, സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? നമ്മുടെ KSFE. ഭദ്രത. ഓർമ്മയുണ്ടോ? KSFEയുടെ എന്താണ്? ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലെ ക്വാർട്ടേഴ്സിന്റെ പേരാണ് ഭദ്രത, അല്ലെ? നോക്കൂ, അപ്പൊ KSFEക്കാണ് എന്ത് ചെയ്യുന്നത്? സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനമാണ് KSFE. ക്ലിയർ അല്ലേ? നോക്കൂ, തിരുവനന്തപുരത്തെ വിമാനത്താവളം വികസിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ദാ കിടക്കുന്ന പദ്ധതിയുടെ പേര് പ്രൊജക്ട് അനന്ത. എന്താണ്? പ്രൊജക്ട് അനന്ത. അപ്പൊ പഠിച്ചു വയ്ക്കുക. പ്രൊജക്ട് അനന്ത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു എയർപോർട്ടിന്റെ വികസനം. ഏത് എയർപോർട്ടാ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം വിമാനത്താവളം, അല്ലെ? ഈ തിരുവനന്തപുരം വിമാനത്താവളം വികസിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രൊജക്ട് അനന്ത. ഓക്കെ അല്ലേ? ഇപ്പൊ KSFEക്ക് എന്ത് അവാർഡ് കിട്ടി? ഓർമ്മയുണ്ട്? എന്തോ അവാർഡ് കിട്ടിയെന്ന് പഠിച്ചു. ഏത് അവാർഡ് കിട്ടിയത്? സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം കേട്ടോ. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം ലഭിച്ചത് KSFEക്കാണ്. ക്ലിയർ ആണല്ലോ? 2025 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. താങ്ക് യു ഓൾ.